സദ്യശരണം. ഇപ്പം നമ്മുടെ ഗുരുവാണി വോളിയം 3യുടെ കർമ്മ പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുരുവാണി പുസ്തകരൂപത്തിലാക്കാനുള്ള. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെയുള്ള ആ ഗുരുവാണികളെ എടുത്ത് കേട്ട് വ്യക്തമായിട്ട് എഴുതി അത് പ്രൂഫ് റീഡ് ചെയ്താണ് നമ്മൾ ഗുരുവാണികൾ സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്താണ് കൃത്യമായിട്ട് ഗുരു എന്താണോ പറഞ്ഞിരിക്കുന്ന ആ രീതിയിലുള്ള കാര്യങ്ങൾ ഗുരുവാണി വോളിയം 3യിലും, അതായത് 1ലും 2ലും ഇപ്പോൾ 3യിലും നമ്മൾ അങ്ങനെയാണ് ഗുരുവാണിയുടെ ആ പുസ്തകം ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗുരുവാണി 72 നോയ്സ്, ഒരുപാട് നോയ്സുകളുണ്ട്. കാരണം ഗുരുവിൻ്റെ ശബ്ദത്തേക്കാൾ മുന്നിൽ നിൽക്കുന്ന നോയ്സ് കാരണം ഗുരുവിൻ്റെ ആ ശബ്ദം അതല്ലെങ്കിൽ ഗുരുവിൻ്റെ ഗുരുവാണി വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്യുന്നു, ഒന്നുകൂടി അത് ക്ലിയർ ആക്കിയിട്ട്. കാരണം ഒരിക്കൽ നമ്മൾ ചെയ്തതാണ് ഇതിനു മുമ്പ്, പക്ഷേ എന്നാലും അത്ര ക്ലാരിറ്റി കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ ഗുരുധർമ്മ സംരക്ഷണ സംഘത്തിൻ്റെ ട്രഷറായ രാധി ചേച്ചി അതൊന്നുകൂടി ക്ലിയർ ആക്കി തന്നതുകൊണ്ട് അത് ഇനി ബുക്കിൽ വരുന്നുമ്പോൾ കൃത്യമാകാൻ വേണ്ടി, എന്നാലും അവസാന ഭാഗം കുറച്ച് നോയ്സ് കളയാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ സംവിധാനം വെച്ച് അത് അത്രേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് 26-27 മിനിറ്റുള്ള ഗുരുവാണിയാണ്. അതിൽ 25 മിനിറ്റോളം ഒരുവിധം കറക്റ്റായിട്ട് കേൾക്കാനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഗുരുവാണി ഞാനിവിടെ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ അത് ഗുരുവാണി വോളിയം 3യുടെ ആ എഴുതുന്ന വേളയിൽ സുഖമായിട്ട് കേൾക്കുന്നതിന് വേണ്ടിയാണ് ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുന്നത്. സദ്വിശർമ്മ ഒരു ഏഷ്യൻ വിഭാഗത്തിൽപ്പെട്ട ചരിത്രമല്ല പറയണം. ഈ ചരിത്രം ലോകത്തിന്റെയാണ്. ആ ലോകത്തിന്റെ ചരിത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 7 മന്വന്തരം അല്ല, 7 14 മന്വന്തരം, അതിൽ 7ാമത് മന്വന്തരമാണ് ഇപ്പൊ നടക്കുന്നത്. 6 മന്വന്തരം കാര്യമായിട്ട് നടന്നു, അതിന്റെ വേണ്ട വിധം നടന്നു. 7ാമത്തെ മന്വന്തരത്തില് 3ാമത്തെ ചതുർയുഗത്തില്, ആ ചതുർയുഗത്തിൽ വന്ന ഒരു ആചാര്യന്റെ യുക്തിപരമായ പ്രവൃത്തി കൊണ്ട് ഒരു തെറ്റ് പറ്റിയെന്ന്. ആ തെറ്റ് എങ്ങനെ പറ്റിയിരിക്കുകയാണ്? ഇപ്പൊ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നു, നിങ്ങൾ അത് കണ്ട് അനുകരിച്ച് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും അംഗീകരിച്ച് ചെയ്യും. അങ്ങനെ ഒരു 10-15 തലമുറ കഴിയുമ്പോൾ ഈ പ്രവൃത്തിയുടെ എല്ലാ ഉടമ നമ്മളാണ്, അല്ലേ? അത് മനസ്സിലാകുന്നറിയില്ല. സ്ഥാപിച്ചു എന്നുള്ള അർത്ഥത്തിലല്ലേ? പരമ്പര സ്ഥാപിച്ചുകൊണ്ടല്ലേ? അതെ, സ്ഥാപിച്ചില്ല എന്നല്ല. നമ്മളൊരു 10-15 തലമുറ ഇങ്ങനെ അങ്ങ് കഴിയും. എങ്ങനെ? മുഴുവനല്ല, നമ്മൾ എന്തോ പ്രവൃത്തിയാവും. നമ്മൾ മനുഷ്യലോകത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടോ, തിന്നണ്ടോ, ഉടുക്കണ്ടോ, കുളിക്കണ്ടോ, ഇവിടെ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു കാത്ത മനുഷ്യരല്ലായിരുന്നു നമ്മള്, ആണല്ലേ? അപ്പൊ അത് ഒരു മനുഷ്യൻ വന്നിട്ട് ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കാൻ തുടങ്ങി. എങ്ങനെ? അത് ദൈവം ബോധം കൊടുത്ത് എങ്ങനെയാ? ഈ വസ്ത്രം ഉണ്ടാക്കാൻ, ഈ ഇരുമ്പ് കണ്ടുപിടിക്കാൻ, കൃഷി ചെയ്യാൻ. അപ്പൊ ഇരുമ്പില്ലാതെ കൃഷി ചെയ്യാം. അപ്പൊ ഇരുമ്പ് കണ്ടുപിടിച്ച് ആദ്യം അങ്ങനെ. അപ്പൊ നമ്മുടെ ഗുരുവന്മാര് ബുദ്ധിയില്ലാത്തവരാണെന്ന് പറയുന്നത് ശരിയല്ല. ആ ഇരുമ്പ് കണ്ടുപിടിച്ച് ആദ്യം, അങ്ങനെ മരം വെട്ടി മുറിക്കാനുള്ള സാധനം അതുകൊണ്ടുണ്ടാക്കി, അതിനകത്ത് അത് പണിതെടുക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ വെച്ച് വേവിച്ച് തിന്നാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ ഒരു തുടർച്ചാവകാശം, അതിന് നമ്മള് അങ്ങനെ കണ്ടുപിടിച്ച ബുദ്ധിമാന് വേറെ ഇങ്ങോട്ട് വന്നിട്ട് അല്ലെങ്കിൽ പണിതുകൊണ്ടിരുന്നവന് അവനെ തിരിച്ച് മറ്റൊന്ന് തിരിക്കാൻ വേണ്ടി നമ്മുടെ പൂർവന്മാരായ ആ വൈദിക കർമ്മക്കാര് വീണ്ടും തെറ്റിച്ചു. എന്ത് തെറ്റിച്ചു? ഈ 4 കാര്യങ്ങൾ ചെയ്ത അതാത് തൊഴിൽ കണ്ടുപിടിച്ച് ചെയ്തെടുത്തവനെ അതിന്റെ ഉടമയാക്കി കളഞ്ഞു. കേരളത്തിൽ ബുദ്ധിയ ചാതുർവർണ്ണ്യം പോലെ തന്നെ അത് വേറൊരു പണിയാണ്. അത് ഏറ്റവും പഠിച്ചു നിൽക്കുന്നത് ആശാരി, മൂശാരി, കൊല്ലം, തട്ടാൻ, ഈ 4 വർഗക്കാരില്ല. അവരെന്താണ് വകതിരിച്ചോളഞ്ഞു.
നമ്മുടെ ആരിത് പണിതാലും ഉണ്ടാവില്ലേ? മരപ്പണി മറ്റേ ആചാരി എന്നുള്ള ഭാഗത്ത് ആ പണി ആര് ചെയ്താലും ഉണ്ടാവില്ലേ? കൊല്ലന്റെ അങ്ങനെ ഏത് പ്രവൃത്തി ഉണ്ടാവില്ലേ? അന്ന് ഇതിനെങ്ങനെ ജാതി തിരിച്ചു അവരതിന്റെ അന്ന് അവനൊരു പ്രത്യേക ദൈവത്തെ വെച്ചു. എന്ത് ചെയ്തു? വിശ്വകർമ്മ. എന്നിട്ട് അവൻ ഇടതുവശത്തൂടി നൂല് കെട്ടിയിട്ട് കൊടുക്കുക ഇരിക്കട്ടെ. എന്നിട്ട് അതൊരു പിന്നെ ബ്രഹ്മനൂലായിട്ട് അവൻ സൂക്ഷിച്ചു. അപ്പൊ പിന്നെ മുഴക്കോല് സ്വർണം കൊണ്ടുണ്ടാക്കിയവനാണ് ആശ. പിന്നെ ക്ഷേത്രത്തിന്റെ കണക്കിവന് കൊടുത്തു. ക്ഷേത്രം അവൻ പണിതാൽ അവനാണ് അവകാശം എന്ന് വെച്ചിട്ട് അവനൊരു അവകാശം അടുത്തുനിന്ന് കൊടുത്തു. ഇങ്ങനെ വെച്ചിട്ട് അവനൊരു ആ നാടിന്റെ കൊല്ലം തട്ടാൻ ആശാരി മൂശാരി എന്നുള്ള അവകാശം അവന് കൊടുത്തിട്ട് അവനെ കൊണ്ട് ഇതെല്ലാം നേരെ ഏൽപ്പിച്ച് ക്ഷേത്രം പണിത് കഴിയുന്നവരെ അവനകത്ത്. പണിത് കഴിഞ്ഞാലും അല്ലോ. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇവനാണ് വെളിയിലാക്കും. വെളിയിലാക്കിയെല്ലാം കർമ്മം നടത്തില്ല. പിന്നെ ഉള്ളി കയറാനുള്ള അവനകത്ത് കയറാൻ അധികാരം. അതുകൊണ്ട് ഇത് തീർത്ഥം കൂടെ ഉള്ളിലാക്കിയത്. എന്നിട്ട് അവൻ ഇതൊന്ന് പണിതാണല്ലോ അവന് കാണുമെന്ന് വിചാരിച്ചാൽ അവനെ കാണാനും. ആ നിലയെ കർമ്മം കൊണ്ട് നമ്മളെ ദൂരീകരിച്ച് നിർത്തിയിട്ട് പിന്നെ എന്ത് ചെയ്തു? ഇങ്ങനെ ഓരോ ആരാധന ഓരോ കാലത്ത് വന്നു. ഇങ്ങനെ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞ കഥയാണ്. 6ാമത്തെ 7ാമത്തെ മന്വന്തരം വന്നപ്പ ഞാൻ എന്ത് ചെയ്തു? ഇതൊക്കെ ഏത് പരമ്പരയിൽ നിന്ന് വന്നത് നോക്കിയപ്പോ എന്റെ പരമ്പരയിൽ നിന്ന് വന്നത് ആരുടെ? നോക്കിയാളിന്റെ. ആണാറ് പരമ്പര മനോരമ്പരയാണ്. മനോരമ്പരയായിരുന്നപ്പോ അവൻ നോക്കിയപ്പോ അതെങ്ങനെ വന്നു? തരംതിരിവല്ല. അങ്ങനെയൊരു മണ്ടത്തരം പറ്റി. ഇപ്പൊ എന്റെ അച്ഛൻ ചെയ്യുന്ന പോലെ തന്നെ ഞാനും ചെയ്താലും എന്റെ അച്ഛന്റെ കർമ്മം എന്നോട് ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഞാനും കൂടി അത് ചെയ്താലും ഇപ്പൊ ഞാനായിരുന്ന കർമ്മം ഇത്ര തലയിലേക്ക് അങ്ങനെ മറ്റൊരുത്തോടെ ചിന്തിക്കാണ്. അപ്പൊ എന്റെ അച്ഛന്റെ കർമ്മം എന്റെ അമ്മയുടെ കർമ്മം രണ്ടും ഞാൻ ഏറ്റെടുത്ത് ചെയ്തപ്പോൾ എന്തായി? എന്റെ കർമ്മമായി. ഞാനത് ഞാൻ ഇരുന്ന് നോക്കിയാണ് ഇത് ആരുടെയാണ്, ഇത് എന്റെ ആരുടെ പണി നോക്കി. അപ്പൊ നോക്കിയപ്പോ ഇത് എല്ലാ കർമ്മത്തിലും എല്ലാത്തിലും ഞാൻ തന്നെ കാണും. ഞാൻ നോക്കിയിട്ട് അപ്പൊ പഞ്ചഭൂതങ്ങളിൽ നോക്കിയാലും ഞാനിരിക്കും, പഞ്ച ഇന്ദ്രിയങ്ങളിൽ നോക്കിയാല്, പഞ്ചകോശങ്ങളിൽ നോക്കിയാല്, പഞ്ചമാത്രയിൽ നോക്കിയാല് കണ്ടോ? അപ്പൊ ഇങ്ങനെ കറങ്ങി സകല ബിന്ദുക്കളിലും സകല അണുക്കളിലും ഇങ്ങനെ പ്രവേശിച്ചിട്ട് ഞാൻ ഇതാണ് അവൻ ബ്രഹ്മാസ്മി. ഞാനേ ഉള്ളൂ. അപ്പൊ ഞാനേ ഉള്ളൂ, മറ്റത് മറഞ്ഞു. അപ്പൊ ആയവ ബ്രഹ്മാണ്ടായി. അപ്പൊ ആർക്കും ബ്രഹ്മമാകാൻ സർവം കല്ലിതം ബ്രഹ്മം കണ്ടോ? ഇങ്ങനെ പറഞ്ഞതിന്റെ രഹസ്യം നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് ഈ പഞ്ചമഹാവാക്യവും ചതുർവേദവും ചതുർവാക്യവും ഇതിനെ അത് ഒരേതിനെ ഒന്ന് അത് വന്ന് അതുകൊണ്ടോ ഇവൻ കഴിഞ്ഞ് ബുദ്ധിമുട്ടപ്പ അതാണ് യുദ്ധോ യോഗങ്ങളെ ചെയ്യുക. അപ്പൊ വൃത്തിയും ബുദ്ധിയും പ്രേരണമായിട്ട് സൃഷ്ടിച്ച് അവരിലോട്ട് ഇതിട്ട് അകം ബ്രഹ്മാവ് അതാണ് സർവം ബ്രഹ്മമായി. ഇത് വന്നപ്പോഴും നമുക്കിത് എവിടെയാണ് ഇതിന്റെ കല്ലും നെല്ലും അറിയാൻ വയ്യാത്ത പാവങ്ങളിലേക്ക് ഇത് പ്രവേശിച്ചപ്പോ
അങ്ങനെ ആരാധന ക്രമങ്ങൾ തന്നെ താഴോട്ട് വന്നിട്ട് സകലത് അവൻ വിചാരിക്കുന്നതൊക്കെ ആയി. അങ്ങനെ വന്നപ്പോഴാണ് ഇത് പറ്റിയല്ല. അതിന് അന്ന് മുതൽ ബ്രഹ്മനിശ്ചയം പലരും ഇങ്ങോട്ട് ഇറക്കുകയാണ്. ഇന്ന് ഇറക്കുക അല്ല, ചതുർയുഗങ്ങളായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു തരത്തിലും നമ്മുടെ ഈ മേൽ നിൽക്കുന്ന കർമ്മത്തെ തെറ്റിക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ മുൻഗാമികളും ചെയ്തു പോയ കർമ്മത്തെ നമുക്ക് തെറ്റിക്കാൻ കഴിയുന്നില്ല. പല രീതിയിൽ പാശ്ചാത്യ രാജ്യത്തിന് ഇന്ന് ശക്തമായ നിലയിൽ അവർ വളർന്നെന്നല്ലേ പറയുന്നത്. പക്ഷെ അവർ ഓരോരുത്തരും പിന്തിരിഞ്ഞ് തലോടുകയാണ്. അങ്ങനല്ലേ? ഇത്രയും തികഞ്ഞ ഒരു ത്യാഗം സഹിച്ച് പിന്നെ അക്ഷരം ഉണ്ടാക്കി, ആ അക്ഷരം ലോകർക്ക് കൊടുത്ത്, കലാസമിതി ഉണ്ടാക്കി, സകലതും കൊടുത്തു. പക്ഷെ ഇന്ന് അവർ സ്വയം പിന്തിരിഞ്ഞ് തലോടുകയാണ്. ആ കർമ്മത്തിൽ എത്തി നിൽക്കുന്നു. ഇത് കണ്ടിട്ട് നമുക്ക് ഒന്നും അറിയാൻ വയ്യാത്ത യാതൊരു അക്ഷരാഭ്യാസമില്ലാത്തവർക്ക് ഈ കർമ്മം തരികയാണ്. എന്തിനു വേണ്ടി? ഇത് പണ്ടതിന്റെ കൈ കൊണ്ട് കൊടുത്താൽ ഈ സർവം കല്ലിതം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥോട്ട് പോകും. അങ്ങനെ പോയാൽ ഈ വഴി തെറ്റിക്കിടക്കും. അതാണ് ആ ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു പോകുന്ന ആ വഴിയിൽ പറ്റിയ തെറ്റ് എവിടെ നിൽക്കുന്നു എന്ന് നമ്മളെ കാണിച്ചു വന്നിട്ട് വഴി തിരുത്തുകയാണ്. അല്ലാതെ നമ്മളൊരു സ്വാമിയാവാനോ ഒരു പാരമ്പര്യം വർദ്ധിപ്പിച്ച് നമ്മളങ്ങനെ സ്വയം എടുക്കുവാനോ ആ കർമ്മത്തിന്റെ ഉടമയായിക്കൊണ്ട് മറ്റുള്ളവരെ തെറ്റിച്ച് വെള്ളം കുടിപ്പിക്കാനോ ഒന്നും അല്ല വഴി. ഇതെന്തിനാണ് നമ്മളിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ഈ ദൈവനീതി അല്ലെങ്കിൽ ആ ദൈവസഹായം നമ്മുടെ പാരമ്പര്യത്തിലുള്ള മക്കൾക്കും നമ്മുടെ ബെഞ്ചാമികളായിരിക്കുന്ന മക്കൾക്കും ഈ ലോകമക്കൾ ആരെല്ലാം ഉണ്ടോ അവന്മാർക്ക് ഒരുമിച്ച് പോകാൻ ഉള്ള കർമ്മത്തിന്റെ ഉടമ സ്ഥാപിക്കുകയാണ് നമ്മൾ. അതെങ്ങനെയാണ്? നമുക്കൊരു അവകാശം തന്നിരിക്കുക. ഒരു ദിവസം വിളിച്ചു നടത്തിയതുപോലെ ഞാൻ പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ ആദ്യം എന്ത് ചെയ്തു? ഈ ത്രിമൂർത്തിയല്ലേ ഞാൻ ഇങ്ങനെ വന്നു ചേർന്നിരിക്കുന്ന ഒരു ദേവൻ പ്രത്യക്ഷമാകാൻ നമുക്കെല്ലാമായി എന്നാണ് ഒരു പണ്ടുകൊണ്ട് പ്രവചനം. അപ്പൊ അതനുസരിച്ച് ഓരോ ദേവനെയും പ്രത്യക്ഷമാക്കി കണ്ട് പൂർണ്ണമാണ്. അവന്റെ പരമ്പര പൂർണ്ണമാണ്. അവനെല്ലാം ഉള്ളതാണ്. ഒരു പിശാചോ ഒരു മുതൽത്തരി വരെ ഇല്ലാത്തതായിട്ട് നമുക്ക് പറയാൻ അവകാശമില്ല. കിട്ടി. അതിനുശേഷം അതൊരു തളിപ്പാണ് എന്ന് വീണ്ടും അതില്ലാത്തതാണ്. അപ്പൊ ഇന്ന് മായയിലേക്ക് കൊണ്ടുപോകും. അതെന്താ ഈ മായ? ഇതില്ലാത്തതാണെന്ന് പറയാൻ കാരണമുണ്ട്. അതിനെപ്പറ്റി ചിന്തിക്കാത്തത്. അത് ചിന്തിച്ച് വന്നപ്പോഴത്തേക്കും എന്ത് പറ്റി? അത് ഉള്ളതാണ്. പക്ഷെ അവിടെ എങ്ങനെയാണ് നമ്മളെ കളിപ്പിക്കുന്നത്? ഇത് ചെയ്ത് പൂർത്തിയാക്കി വന്നപ്പോ അവിടെ ഇത് ഒക്കുന്നില്ല. അതെന്ത് കാരണം? അതറിയാൻ വയ്യ. അതുവരെ ചെയ്തിട്ടിരുന്ന എല്ലാം ഒത്തിരിക്കുന്നു. ത്രിമൂർത്തിയുള്ള ഭാഗത്ത് ചെയ്താൽ പച്ചലയും കത്രികയും പോലെ അനുഭവം. അപ്പോഴ് ഇന്നുള്ള മത അനുയായികൾ ചെയ്യുന്നിടത്തോളം വളരെ അനുഭവം. പക്ഷെ അത് ചടവും നമ്മൾ നിന്നപ്പോഴാണ് പറഞ്ഞു തരുന്നത് ഇന്നതാണ് കാരണം. അങ്ങനെ പറഞ്ഞു കിട്ടിയ കാര്യമാണ് മുൻ പറഞ്ഞത്. അതിനുശേഷം ഇതിനെ തിരുത്താൻ ഇന്ന പൂർത്തീകരണം എന്നും പറഞ്ഞ് ഇവിടെ ചെയ്യും. അതെല്ലാം ചെയ്തിട്ടുള്ളൂ. അത് സൂക്ഷ്മത്തില് ആ കർമ്മഭാഗം പ്രാപിച്ചു നിന്നിരുന്ന ആ കർമ്മവിചാര എന്താണോ അതിനെ പൊട്ടിക്കും. പക്ഷെ പൊട്ടിച്ചെങ്കിലും അതിന്റെ ആവിനിപ്പം ഒരു വെടി പൊട്ടിയാൽ അതിന്റെ ബന്ധം നിൽക്കും. പിന്നെ അതിനോട് തുടർന്ന് ആ മണ്ണിൽ പ്രവേശിച്ചിരിക്കുന്ന വാതകങ്ങൾ നിൽക്കും. ഈ വാതകങ്ങൾ മാറണമെങ്കിൽ കാലങ്ങൾ എത്ര ചെല്ലും? ഇപ്പൊ നമ്മള് ഒരു ബോപ്പിട്ട് ഇതിന്റെ ഒരു വീരഞ്ച് പൊട്ടിച്ച് ഇതിന്റെ വാതകങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് കൂട്ടിയവർക്കെല്ലാം അറിയാം. അത് കണ്ടുപിടിക്കാനും അറിയാം. പക്ഷെ ഇത് കണ്ടുപിടിക്കാനാണെങ്കിൽ പെട്ടെന്ന് പോകാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കും. നമ്മളതെല്ലാം ഒന്നും കണ്ടുപിടിക്കുകയല്ല. അപ്പൊ ഈ വാതകങ്ങൾ അവരെ പകർന്നു കിടക്കുന്നത് പോലെ ഈ വന്നിരിക്കുന്ന കർമ്മശേഷിയുടെ വാതകങ്ങൾ ഇവിടെ പകർന്നിട്ടുണ്ട്. ഈ പകർന്നിരിക്കുന്ന വാതകങ്ങൾ തീർന്നു
പറയുന്നവർക്ക് നാം എന്ത് വേണം? നമ്മൾ ആ ആദ്യം മറ്റവരെടുത്ത അതേ കർമ്മം പോലെ ഈ ബ്രഹ്മത്തിൽ നിന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന വാക്കുകളെ പ്രയോഗിച്ചറിഞ്ഞ് പ്രാവർത്തികമാക്കിക്കൊണ്ട് അത് നമ്മുടെ സന്താനങ്ങളിലേക്ക് പകരണം. ഇത്രയും വേലയുണ്ട്, ചെറുതല്ല. അപ്പൊ ഇതിനെ ഒന്നും മനസ്സിലാകാതെ ഇവിടുത്തെ ഗൃഹശാസ്ത്രജ്ഞെന്നോ ഇതിനത്തെ വിശ്വാസികളെന്നോ പറയുന്നതിലൊന്നും കഴമ്പില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്തെങ്കിലും ഇതിനു വേണ്ടി ചെയ്തിട്ട് ഇത് പൂർത്തീകരിക്കണം പാഠങ്ങളെടുക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ ഇവിടത്തേക്ക് കൊണ്ടുവന്നിട്ടാൽ പ്രവർത്തിച്ചിരിക്കുന്ന ഒരു കമ്പനി കൊണ്ടുവന്ന് ഇടുന്നത് പോലെയല്ല. ഇവിടെ കമ്പനി ഇല്ല, ഇവിടെ ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ആ കമ്പനിയിലെ കാറ്റ് കൊടുത്തിട്ട് നീ ഉടനെ അനുഭവം വന്നില്ല, അത് ഉടനെ വന്ന് അത് ഞാൻ എടുക്കേണ്ട, ഞങ്ങൾ എത്ര കാലം കൊണ്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ വിരാമിച്ചിട്ട് കാര്യമില്ല. എന്താണ് വേണ്ടത്? നിങ്ങളും കൂടി അവിടെ ചേർന്ന് നിന്നുണ്ട് അതിന് ആ ദുഷ്ടത വൃത്തി കർമ്മം തെറ്റിപ്പോകാതെ ഇരിക്കാൻ തെറ്റിപ്പിക്കുന്ന കർമ്മത്തിന്റെ ഉടമയാക്കി എടുക്കാൻ നമ്മൾ എത്ര കഷ്ടപ്പെടാം? വളരെ കഷ്ടപ്പെടും. ഒന്നേന്ന് ഉണ്ടാക്കുന്നതിനേക്കാണ് ഇവിടെ താനും മരമൊക്കെ വെച്ച് കെട്ടിയിട്ടും ചെയ്തതുകൊണ്ട് നമുക്ക് നിൽക്കാനൊക്കില്ല. എന്നാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ 10 ലക്ഷം രൂപ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ 10 ലക്ഷം രൂപ ഇപ്പൊ ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്നോട് പറഞ്ഞ നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രവൃത്തി ഉടനെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കേട്ടിട്ടും സംശയമില്ല. പക്ഷെ അത് പ്രവൃത്തി ചോദിക്കുകയാണ് ഇവിടെ ഒരു കാര്യം. അപ്പൊ അതിനു മുമ്പ് നിങ്ങളുടെ മനസ്സൊന്ന് ഖേദിച്ച് ചുരുക്കിച്ച് പോയാൽ നിങ്ങളുടെ കർമ്മത്തിന്റെ ആ ചുരുക്കം വന്നാൽ നിങ്ങൾക്ക് ആ ഇട്ടതിനകത്ത് എടുക്കാൻ പറ്റും. അത് ജഗപ്പിള്ളയ്ക്ക് അതാണ് അനുഭവം. ആ ഇട്ടതെടുക്കാൻ നോക്കുന്നതിന് അവിടെ വാക്കിനെ കൊണ്ട് പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർ വന്ന് ഇല്ലാതെ ഭാഗ്യം, ആ ഭാഗ്യം എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടായി തന്നെങ്കിൽ അതിന്റെ അത് ഞാൻ കൊടുത്ത് അത് അത് വാങ്ങിയ ആ വക ഇപ്പോഴേ വരാൻ അതിന്റെ ഒരു ഭാഗത്ത് വരാൻ അതിനുമുണ്ട് ചെയ്തു അതൊന്നും അതിന്റെ കണക്കിന് നടക്കുന്നുമില്ല. പക്ഷെ പ്രയാസം ഇങ്ങനെയൊക്കെ വിഷമിച്ച് കുറെ അറിയാതെങ്കിലും തന്റെ വായിക്കുന്ന നന്നായി ഞാൻ പറഞ്ഞിട്ട് ചിലപ്പോഴൊക്കെ ചിന്തന്റെ അറിവില്ല. അത് എടുത്ത് പാലിക്കേണ്ട പദ്ധതി. അപ്പൊ ഈ വാക്കിനെ കൊണ്ട് കടയില്ലേ 22 അതിന്റെ 10 ലിറ്ററായിട്ടോ 100 ലിറ്ററായിട്ടോ ഇവിടെ വരും. അതിന്റെ നിങ്ങൾ എന്റെ കൊടുത്ത് അതിന്റെ 10 ലിറ്ററായിട്ട് നിങ്ങൾക്കും വരും. നിങ്ങൾ എന്തിനു വേണ്ടി ഉണ്ടാക്കി ഇയാളുടെ മക്കൾക്ക് കൊടുത്താൽ ഈ മക്കളെ വൃത്തിയായിട്ട് തിന്നാനും 10 പേരായിട്ടല്ലേ തിന്നാനും 10 പേരായിട്ടല്ലേ വിധിക്കും. അപ്പൊ അതിന്റെ കർമ്മം വർദ്ധിക്കണ്ടേ? ഈ ചിന്താശീലമില്ല. അതില്ലാത്തതുകൊണ്ട് എന്ത് പറ്റുന്നു? ഇടയ്ക്ക് വെച്ച് ഏത് വാക്ക് പറഞ്ഞെങ്കിലും അങ്ങനെ വർദ്ധിക്കാന്നുണ്ടെങ്കിൽ സംസാരിക്കും. ഇടയ്ക്ക് വെച്ച് കുറിച്ചെടുക്കും. വീണ്ടും ഒളിച്ചു പറയാൻ ഈ സഹായം ചെയ്തവനെ ഒളിച്ചു പറയേണ്ട ആവശ്യമല്ലോ. പക്ഷെ ഒളിച്ചിരിച്ച് പറയില്ല, ഒളിച്ച് പറയാൻ ഞാൻ ആഗ്രഹിച്ചില്ല.
അങ്ങനെയുള്ളവന്റെ മക്കളോ അവനോ ചീത്തയാകാൻ എനിക്ക് ഇഷ്ടം വരില്ല. അവന് മനസ്സുണ്ടെങ്കിൽ ചെയ്യണം നേരെ, ഇല്ലെങ്കിൽ ഞാൻ അന്ത്യം വരെ പറയും. നീ എന്തിനാടാ ചെയ്തത്? ഞാൻ വിളിച്ച് പറഞ്ഞില്ല നീ ചെയ്യുന്നു. നീ ചെയ്താണ് അതിൽ കിടക്കണം, നിർബന്ധമാണ്. നീ എല്ലാം ആര് ചെയ്താലും കിടക്കണം. ആ കർമ്മത്തിന്റെ പൂർണ്ണരൂപം നിനക്ക് തന്നെ കിട്ടണം. നിന്റെ പൂർണ്ണുള്ളത് ആ ഭാഗ്യം സമ്പാദിച്ചിട്ട് വിനയം എടുക്കാനുള്ള ശുദ്ധീകരണം നീ ഇവിടെ കട കിട്ടിയല്ലേ. അങ്ങനെ നീ ആ ശുദ്ധി എടുത്ത് പറഞ്ഞാൽ കുറെ ഇത് കലക്കി ഒഴിച്ചിട്ട് പോകണമെങ്കിൽ അപ്പൊ ഈ കർമ്മഗതി ശുദ്ധിയാക്കാൻ കഴിയാത്ത ഒന്ന് പറഞ്ഞു വന്നപ്പോ ഞാനിത് എന്തിനു പറയുന്നു നിങ്ങൾ മനസ്സിലാവും. നിങ്ങൾ ആരിട്ടാലും വന്നില്ല, നിങ്ങൾ ഏത് പിതാവിട്ടാലും വന്നില്ല, ഏത് ബ്രഹ്മ ഇട്ടാലും വന്നില്ല, ഈ ഞാൻ ഇട്ടാക്കും. അപ്പൊ എന്തിന് നിങ്ങൾ ഇടുന്നത് നിങ്ങളുടെ കർമ്മത്തിന്റെ യോഗ്യതയുടെ സമ്പൂർണ്ണ പദവി നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അന്ത്യം വരെ കാത്തിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട. ആ തൊഴിൽ ചെയ്യും. അതങ്ങനെ ചെയ്ത് പഠിപ്പിക്കാൻ അത് ഞാൻ ഇതൊക്കെ പറയുന്നില്ല. അത് ഭാവി അങ്ങനെ മനസ്സിലാക്കി പറയുന്നുണ്ടായിരുന്നു. പറയുന്ന ഉദ്യോഗം പറയുന്നത് എന്റെ അറിവുണ്ടാകുന്നില്ല. അത് പണ്ടാളന്റെ അപ്പുറത്ത് കിടക്കുന്ന ആ കേന്ദ്രം എന്ന് പറഞ്ഞ ആ കൃത്യം എന്ന് പറഞ്ഞ അവനിങ്ങോട്ട് വരണം. അതല്ല ബ്രാഹ്മണന്റെ അപ്പുറത്ത് ആദ്യരുടെ പുറത്ത് കയറിയിരിക്കുന്നവരുണ്ടെങ്കിൽ അവനും ഇങ്ങോട്ട് വരണം. ഇതിനാണ് ഈ പട്ടാളന് അവർക്ക് പുറത്തിറക്കുള്ളത് കൊണ്ട് ഇവരെ പിടിച്ചടുപ്പിക്കണമെങ്കിൽ അവനിങ്ങ് വന്നാലോ അല്ലേ. ഇവിടെ തവിട്ടി പുറത്താക്കി സേവനായി കിടന്നവന് മസാലാക്കി മനുഷ്യന്ന ചെറിയ വെച്ച് കേട്ടാവുന്ന പരിചയം മരിച്ച തകിടെ ഇങ്ങോട്ട് വരണം അല്ലേ. അപ്പൊ ഈ ഇടപ്പാടുകളെല്ലാം ഒരുമിച്ച് കൂടി ഈ കർമ്മത്തെ അവനെ കൊണ്ട് പൊക്കിയെടുപ്പിക്കണം. ആരെ കൊണ്ട്? അവനെ കൊണ്ട് തന്നെ പൊക്കിയെടുപ്പിക്കണം. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പ്ലാൻ അത് ഞാൻ ചെയ്യിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതിൽ പങ്കുണ്ടാകും. ഇല്ല, നിങ്ങൾ ഏതാണ്ടിട്ടാണ് എന്റെ ഭാഗ്യത. നിങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെ കാണും. അത് എന്റെ വല്ല, നിങ്ങളുടെതല്ല. ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന ഒരു പരമ്പരയുടെ തുടർച്ചാവകാശത്തിന്റെ പൂർണ്ണരൂപം പ്രാപിച്ചു നിൽക്കുന്ന ബ്രഹ്മത്തിന്റെ വകയാണ്. ആ ബ്രഹ്മ സ്വഭാവം നമ്മളിൽ ഓരോരുത്തരും ഒരുങ്ങിയിരിക്കൊണ്ട് ഈച്ചയിലും പട്ടിയിലും പൂച്ചയിലും ഒരുപോലെയാണ് ബ്രഹ്മ ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് മനുഷ്യരെല്ലാം അവിടെ കിടന്ന് കുമ്പിടും. മനുഷ്യനായി നിന്നുകൊണ്ട് ധർമ്മത്തിന്റെ ധാരണം മുഴക്കുന്ന ആ ധർമ്മഗതിയിൽ നിന്നുകൊണ്ട് ഇവൻ ഇതാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാണ്. ആ കർമ്മം നിങ്ങളെ കൊണ്ടൊഴിപ്പിക്കുകയാണ്. ഇത് ഓർമ്മയുണ്ടായിരിക്കും. അങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നിന്നിട്ട് ഏതെങ്കിലും പിടിച്ചവന്റെ വഴി അങ്ങാടിപ്പാട്ട് കേട്ട ചെറിയ വിരമില്ലാത്ത ഉത്തരമല്ലാത്ത കർമ്മത്തിന്റെ ഉടമയായി ഇതിനകത്ത് വന്നു കിടന്ന് പ്രവർത്തിച്ച് ചീറ്റേക്കും. നിങ്ങൾക്ക് നാശം വന്നാൽ പിന്നെ ആർക്കും തപ്പിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട ധർമ്മം എന്താണ്? നിങ്ങളുടെ മനസ്സിലെന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യുന്ന കർമ്മത്തിന്റെ ഉടമയാണ് നിങ്ങൾ ഓരോരുത്തരും. എനിക്കിത് കണ്ടിട്ടെടുക്കൊണ്ട് പോകാനുണ്ട്. നിങ്ങൾ ഒരു മമ്മത്തിയുടെ തോന്നുന്നെങ്കിൽ, ഒരു കരണ്ടിയുടെ വയ്ക്കുന്നെങ്കിൽ, ഒരു ഓരത്താണെങ്കിൽ ഇവിടെ എടുത്ത് വയ്ക്കുന്നെങ്കിൽ അതിന്റെ ഉടമയാകുകയാണ്. ഈ കൂലിക്കാരുടെ വേനക്കാരുടെ ഒന്നുമല്ല. അതുകൊണ്ട് കർമ്മത്തിന്റെ ഉടമയാക്കാൻ ശ്രമിക്കുന്ന ഈ ചുറ്റുപാടിന്റെ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ ആ കർമ്മത്തിന്റെ ഉടമയാകാൻ നിങ്ങൾ ഓരോരുത്തരും നിർത്തുന്നുണ്ടെന്നോ അതിനെല്ലാം ചവിട്ടി പുറത്താക്കാൻ വേറെ ചെയ്യുന്നവർക്ക് സമാധാനങ്ങളാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കും. എന്നാൽ ഇത് ഇപ്പൊ പറയാൻ കാരണം ഇവിടെ ഈ ഹിന്ദുക്കളുടെ നടക്കുന്ന ത്രിമൂർത്ത സമ്പ്രദായത്തിൽ പങ്കെടുക്കുന്ന അമ്മയുടെ സമ്പ്രദായത്തിൽ നിന്നും മാറ്റാൻ നമുക്ക് പറഞ്ഞിരിക്കുന്ന മാറ്റ 9 കലയിൽ മണ്ണെടുത്ത് 3 കലയാക്കി പിടിച്ച് ആരാധിച്ച് വന്നിരിക്കുന്ന കർമ്മത്തിൽ നിന്ന് വേർപെടുത്താൻ ഇന്നതാണെന്ന് കാണിച്ചു വന്നിട്ടുണ്ട്. ആ കാണിച്ചു വന്ന കർമ്മത്തിൽ നമ്മളിങ്ങനെ ചെയ്തു സ്വന്തം കാരണം കാര്യമെന്നുള്ള സ്ഥലത്ത് അതിന് ദർശനം എന്നുള്ള ഭാഗത്ത് നിർത്തിക്കൊണ്ട് അതിനെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് അതിന്റെ ആ ദുഷിച്ച അസലിനെ പൊട്ടിക്കുന്നുണ്ട്.
അതിന് യോഗാഗ്നി എന്ന് പറയും. ആ പിടിപ്പിക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യാൻ ആ ബ്രഹ്മനിശ്ചയ പ്രകാരം കാണിച്ചു തന്ന സങ്കല്പം പ്രതിഷ്ഠ അവിടെ ഈ കുടിയിരുത്തിക്കൊണ്ട് അതിലേക്ക് നമ്മുടെ ഈ വരുന്ന വിശാലങ്ങളും അത് പിന്നെ അത് ഒന്നുവഴിയ അത് അവിടെ ജാതിയില്ല, മതമില്ല, തർക്കമില്ല, ഒന്നുമില്ല. ഭൂലോക മണ്ഡലത്തിലേക്ക് ചെയ്തു വെക്കുന്ന കർമ്മത്തിന് ഒരു ചെറിയ ബിന്ദു എനിക്ക് ചെയ്യാൻ പറ്റുന്ന ബോധത്തിൽ നിങ്ങൾ കർമ്മം ചെയ്യുക. അതിനനുസരിച്ച് ചെയ്യുന്ന ഈ ഇന്നത്തെ നാളത്തെ നമ്മുടെ ഉപയോഗക്കാരുടെ മാറ്റം അതിന്റെ